കല്യാണി ദാസ്. ഇനി നീ നോക്കിക്കോ, നിന്റെ ഈ മനോഹരമായ കയ്യെഴുത്ത് വെച്ച് ഞാൻ അവളുടെ തലയിലെഴുത്തു മാറ്റും. നീ ഇനി എങ്ങനെയെങ്കിലും ഫൈനൽ കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തിൽ ഈ നറുക്ക് കൂടി ഇടണം. അതോടുകൂടി അവളുടെ കാര്യം ക്ലോസ്. എടി, അവളുടെ പേര് ആ ലിസ്റ്റിൽ വന്നു വെച്ച് അവൾക്ക് എന്ത് സംഭവിക്കാനാ? അവള് മത്സരത്തിൽ ജയിച്ചു വന്നാലല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടാവൂ? നീ പറയുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. അവൾ എനിക്ക് എന്നും ഒരു അപശകുന. അഖില ആന്റിക്കാണെങ്കിൽ അവള് മുന്നിൽ വരുന്നത് പോലും ഇഷ്ടമല്ല. ആകെ ആ ആനന്ദിന്റെ സപ്പോർട്ടിൽ മാത്രം അവൾ അവിടെ നിൽക്കുന്നത് തന്നെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അഖിലാണ്ടേശ്വരി ആന്റിയുടെ കൺമുമ്പിൽ പെടരുതെന്ന് പറഞ്ഞവൾ ഈ ബ്യൂട്ടി കോntestൽ പങ്കെടുത്താൽ എങ്ങനെ ഇരിക്കും? കളി മാറുവോ ഇല്ലയോ? നീ തന്നെ ഒന്ന് പറഞ്ഞ്. ആ ഐഡിയ ബെസ്റ്റാണ്. അവരവളെ വെറുത്തിരിക്കും. 100%. ബ്യൂട്ടി കോntest പാർട്ടിസിപ്പന്റ് സെലക്ഷനിൽ അവള് വേദിയിലേക്ക് വന്നാൽ കാറ്റ് വാക്ക് പോയിട്ട് നേരെ ചൊവ്വെ പോലും നടക്കാൻ വയ്യാത്ത അവള് അത് അലങ്കോല ആക്കും. ഫംഗ്ഷന്റെ കളറേ പോകും. അതോടെ കല്യാണിയുടെ കഥ തീർന്നു. പിന്നെ ആന്റി വേണമെന്നില്ല, ആനന്ദ് തന്നെ അവളെ ചവിട്ടി പുറത്താക്കും. അതാണ് എന്റെ ആത്യന്തിക ലക്ഷ്യം. കൊള്ളാം, സൂപ്പർ. പക്ഷേ ഈ നറുക്കെങ്ങനെ ആ ഫൈനൽ കണ്ടസ്റ്റന്റിന്റെ ബൗളിനകത്ത് ഇടും? അവിടെ കാവലിന് ചിലരൊക്കെ ഉണ്ട്. എത്ര കാവലായിരുന്നാലും ശരി, നീ അതിട്ടേ പറ്റൂ. യു ഷുഡ് ഹെൽപ് മീ പ്ലീസ്. പക്ഷേ നന്ദനെ, അതത്ര എളുപ്പമല്ല. എനിക്കറിയാം. പക്ഷേ അവിടെ ഉള്ളത് തൃച്ചംബരത്തെ സ്റ്റാഫാ. എന്നെ തിരിച്ചറിയാം അവര്. പക്ഷേ നീ ഓക്കെയാണ്, നിനക്ക് പറ്റും. പ്ലീസ് ഡാ, പ്ലീസ്. ഓക്കെ, ലെറ്റ് മീ ട്രൈ. ദേവി കാത്തോണേ. ചേച്ചി, ദേ അവിടെ 2 കസേര കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിരുന്നാലോ? അയ്യോ, അതൊന്നും പാടില്ല. നമ്മൾ അവിടെ ഇരിക്കുന്നത് മാഡം അങ്ങനെ കണ്ടല്ലേ തീർന്നു കിട്ടോ കാര്യം. നമ്മളോട് ഇവിടെ വരാൻ പറഞ്ഞതേ വരണവരൊക്കെ സ്വീകരിച്ചിരുത്താനും വല്ലതും കുടിക്കാനോ കഴിക്കാനോ ചോദിച്ചാൽ കൊണ്ടുകൊടുക്കാനുമാ. ചെക്കൻ്റെ ഓരോരോ കാര്യങ്ങള്. അല്ല, ഇതൊക്കെ കാണുന്ന തന്നെ ഒരു ഭാഗ്യം. ഞാനിതൊന്നും സിനിമയെ പോലും കണ്ടിട്ടില്ല. ചേട്ടന്മാരും ചേച്ചിമാരും സൂപ്പറാ. ഫാഷൻ ഷോ കലക്കും. മനസ്സിലായി മനസ്സിലായി, വഷളൻ. ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ. ഷോ ഒന്ന് പോ ചേച്ചി. ഹലോ, അത് ഇവിടെ ഇനി കോമ്പറ്റീഷന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊക്കെ നേരത്തെ കഴിഞ്ഞതാ. എക്സ്ക്യൂസ് മീ, ഈ കുട്ടിയെ ഫൈനൽ ലിസ്റ്റിൽ സെലക്ട് ചെയ്തോന്ന് അറിയാൻ പറ്റുമോ?
ഏയ് ഇങ്ങനെ ഒരു കുട്ടി ലിസ്റ്റിലില്ല. ഓ ശരി, ഓക്കെ. സോറി ടു ട്രബിൾ യു. ശരി. നന്ദന, നീ എവിടെ പോയിരുന്നു ഇത്ര നേരം? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ശിവരാമകൃഷ്ണൻ. പോടാ അവിടുന്ന്. ആനന്ദേ, മോഡൽസ് ഒക്കെ എത്തിയില്ലേ? എല്ലാരും എത്തിയമ്മേ, വന്നോളൂ. മാർക്കറ്റിംഗിന് ബ്രാൻഡ് അംബാസഡറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സെലക്ഷനിൽ പിഴവുണ്ടാവാനും പാടില്ല. കറക്റ്റ്. ഒന്നാമത് ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ഒരു കൺസെപ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ വേണം എല്ലാ കാര്യത്തിലും. ശരി അച്ഛാ. ഇതിൽ പാളിച്ച പറ്റിയാൽ എല്ലാവരും നമ്മളെ പരിഹസിക്കും. ഞാനും ഇത് പറഞ്ഞതേ കേട്ടാ. വെറുതെ പറഞ്ഞാ പോരാ, പ്രാക്ടിക്കലി നടക്കണം. സെലക്ട് ചെയ്യുന്ന പെൺകുട്ടി എങ്ങനെ നോക്കിയാലും സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടണം. എ ഗേൾ നെക്സ്റ്റ് ഡോർ ഫീൽ കിട്ടിയാൽ വളരെ ബെസ്റ്റ് ആയിരിക്കും. ഡോൺ വറി അമ്മ. സെലക്ഷൻ ആർക്ക് കിട്ടിയാലും വളരെ നാച്ചുറൽ ലുക്കിൽ മേക്ക് ഓവർ നടത്താൻ നമ്മൾ പ്രിപ്പയർഡ് ആണ്. ദാറ്റ്സ് ഗുഡ്. ആ മോഡലിനെ വെച്ച് നമുക്ക് UK-യിലെ ഡൊണാൾഡിനെ അടിച്ചിടണം. എപ്പ അടിച്ചിട്ടെന്ന് ചോദിച്ചാ മതി അമ്മ. മിണ്ടാതെ വാടാ. സന്തോഷിച്ച് പൊയ്ക്കോ അഖിലാണ്ടേശ്വരി. നിന്റെ ഈ പുതിയ കൺസെപ്റ്റ് കൊളവാക്കാൻ ഞാനൊരാളെ കളത്തിലിറക്കുന്നുണ്ട്. ഇവളിത് എവിടെ പോയി കിടക്കുന്നു? ലേ, നീ ഇതെന്താ ഇവിടെ തറഞ്ഞു നിന്ന് ഇങ്ങനെ സ്വപ്നം കാണാണോ? ഏയ് സ്വപ്നമൊന്നുമില്ല, ജയന്തിയെ കാത്തു നിക്ക. ജയന്തിയോ? അതാരാ? അത് ആരാണെന്നോ? എന്റെ ആങ്ങളയുടെ മോള് ജയന്തി. അവള് ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നോളാം. ആങ്ങളയുടെ മോളോ? വേറെ ആരൊക്കെ ഉണ്ടടി നിന്റെ വീട്ടിൽ നിന്ന്? ഫ്രീ ശാപ്പാടാണല്ലോ ഇവിടെ, അതുകൊണ്ട് ചോദിച്ചതാ. പെട്ടെന്ന് അങ്ങോട്ട് വാടി. ഉത്സവല്ലേ കുടുംബക്കാരെയൊക്കെ വിളിച്ചോണ്ട് വരാൻ. വരുന്നേക്ക് വാ. ഈ നാശത്തിനൊന്ന് ഫോണെങ്കിലും വിളിച്ചൂടെ? ശോ, ഭഗവാനെ, സമയം അങ്ങ് പോകുന്നല്ലോ. ഇവളെയൊക്കെ വിശ്വസിച്ചൊരു കാര്യം ചെയ്യാൻ നിൽക്കുന്ന എന്നെ വേണം തെരണ്ടി വാലോണ്ട് അടിക്കേണ്ടത്. അവളുടെ ഒരു ഹായും കൂയും. ദേ, രാവിലെ തന്നെ നീ എന്നെ തീ തിരിച്ചോണ്ടിരിക്കുക. എന്താടി നീ ഇത്ര താമസിച്ച്? എവിടെ പോയി കിടക്കായിരുന്നു ഇത്രയും നേരം? ഷെടാ, ഞാൻ താമസിച്ചൊന്നും അല്ല. അത് കൊള്ളാം. ആന്റി നേരത്തെ വന്നത് എന്റെ കുറ്റമാണോ? ആന്റി വരാൻ പറഞ്ഞ കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. എനിക്ക് അത്ര അറിയാവൂ. ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. അയ്യോ, പോണ്ടായേ. ഇപ്പോഴെങ്കിലും എത്തിയത് തന്നെ മഹാഭാഗ്യം. എന്റെ മോള് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയാ മതി.
ഇവിടുത്തെ മത്സരത്തില് ഉറപ്പായിട്ട് നീ ജയിക്കില്ലേ? അതോ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് വെറുതെ വേസ്റ്റ് ആവോ? പിന്നെ വേസ്റ്റ്. ദേ ആന്റി തന്നെ എന്നെ ഇങ്ങനെ സംശയിച്ചാലോ? എനിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ. അയ്യോ, സങ്കടപ്പെടല്ലേ. ഈ ആന്റി എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും ഒക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുപോയി, അതുകൊണ്ടല്ലേ. നോക്ക്, നീ ഈ മത്സരത്തിൽ ജയിച്ച് തൃച്ചംബരത്ത് ആനന്ദ് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആയാലേ ഈ ആന്റി അതിന്റെ ബലത്തില് എന്റെ മോളെ അഖിലാണ്ടേശ്വരി അമ്മയുടെ മരുമകളാക്കും. മനസ്സിലായോ നിനക്ക്? ഇളയമ്മ ഇളയമ്മ അമ്മ തിരക്കുന്നു, ഇവിടെ വന്ന് നിൽക്കുക. ആ, ഞാൻ ദാ വരുന്നു കേട്ടോ. ഹലോ അരവിന്ദേ, ഇത് ജയന്തി, എന്റെ അങ്ങളുടെ മോളാ, സ്വന്തം അനന്തിരവൾ. ഹായ് ജയന്തി. ഹലോ. ഇത് അഖിലേച്ചിയുടെ ഇളയ മോനാ അരവിന്ദ്. ഓ ഹായ് അരവിന്ദ്. ഹായ് ഇളയമ്മ, പെട്ടെന്ന് വാ, സമയം പോകുന്നു. ആ, ദേ വരുന്നു. പോട്ടെ. ആന്റി, ഇവൻ നല്ല ചുള്ളൻ ചെക്കനാണല്ലോ. ഏ? ഇവനെ കെട്ടാനാണെങ്കിൽ ഏത് മത്സരവും എപ്പം ജയിച്ചെന്ന് കേട്ടാ മതി. അയ്യോ, കഷ്ടം. എടി, ഇവനല്ലേ നമ്മുടെ ചെറുക്കൻ. ഇവന് കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞതാ. നിനക്ക് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് ഇവന്റെ മൂത്തതിനെയാ, ആനന്ദ്. ആനന്ദ് കൃഷ്ണൻ എന്നാ മുഴുവൻ പേര്. ഇന്ന് അത് വേണ്ട ആദ്യം പറയാൻ. എവിടെ ഈ ആനന്ദ് കൃഷ്ണൻ? ഹോ, എനിക്കാണെങ്കിൽ കണ്ടാ മതിയെന്നായി. വാ, കാണിച്ചു തരാം. വാ. ലോകശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ തുനിഞ്ഞാൽ അത് പകൽ വെളിച്ചത്തെ നോക്കി സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്നത് പോലെയാകും. അതുകൊണ്ട് തന്നെ ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡയറക്ടേഴ്സിൽ പ്രധാനിയായ മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ ഉടൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സർ, പ്ലീസ് കം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അല്പം അലങ്കാരത്തിൽ പറയുകയാണെങ്കിൽ മനസ്സിന്റെ സന്തോഷമാണ് മുഖത്തിന്റെ സൗന്ദര്യം എന്ന് പറയാം. പക്ഷേ ഈ ഫാസ്റ്റ് ഫുഡ് കാലഘട്ടത്തിൽ കോസ്മെറ്റിക്സ് ഒഴിവാക്കാനാകാത്തൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. അപ്പോ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പഴയ കാലത്ത് ആരും ഇതൊന്നും ഉപയോഗിച്ചിരുന്നില്ലല്ലോ എന്ന്, എന്നിട്ടും അവർക്ക് സൗന്ദര്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. പക്ഷേ ആ കാലഘട്ടത്തിൽ അവരും കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിരുന്നു എന്നതാണ് സത്യം. പക്ഷേ അത് തികച്ചും ഹെർബൽ ആയിരുന്നു, വെരി നേച്ചർ ഫ്രണ്ട്ലി. ഫോർ എക്സാമ്പിൾ, മുഖത്ത് അവര് മഞ്ഞൾ അരച്ച് പുരട്ടിയിരുന്നു, വിരലുകളിൽ മൈലാഞ്ചി ഇട്ടിരുന്നു, പിന്നെ മുടി വളരാൻ നമ്മുടെ സ്വന്തം ചെമ്പരത്തി. ഒരുപാട് നാളത്തെ അന്വേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്ക് ശേഷമാണ് കസ്റ്റമേഴ്സിന് ആരോഗ്യവും സൗന്ദര്യവും നൽകുന്ന ഒരു ഹെർബൽ കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്നത്.
ഇതുവരെ പുറത്തിറക്കിയ എല്ലാ പ്രോഡക്ട്സിനെയും ഹൃദയം കൊണ്ട് സ്വീകരിച്ച നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെയും സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൽക്കാലം ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. കാലക്കി. പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ നന്നായി ആനന്ദ് സർ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അടുത്തതായി ബ്രാൻഡ് അംബാസിഡറെ കുറിച്ച് പറയാൻ ബ്രാൻഡ് അംബാസിഡർ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മാഡത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രോഡക്റ്റിനെ ജനങ്ങളുടെ മനസ്സിലെത്തിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണിയാണ് ബ്രാൻഡ് അംബാസിഡർ. സാധാരണ ബ്രാൻഡ് അംബാസിഡറായി പ്രശസ്തരായ സിനിമാ താരങ്ങളെയാണ് സെലക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്ന് നിങ്ങളിൽ നിന്നും ഒരാളെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കുകയാണ്. അതും നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ, നിങ്ങളുടെ വോട്ടോടുകൂടി. സോ ലെറ്റ്സ് സീ ഹു ഈസ് ദ ലക്കി പേഴ്സൺ ഹിയർ. Thank you very much. അംബാസിഡറെ തിരഞ്ഞെടുക്കാനുള്ള ബ്യൂട്ടി കോntest ആരംഭിക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഫൈനൽ മത്സരാർത്ഥികളെ നമ്മൾ കണ്ടെത്തുന്നത്. താല്പര്യമുള്ളവരുടെ പേരുകൾ വന്നതിൽ നിന്നും ആദ്യഘട്ട നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയവരെയാണ് നമ്മൾ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഈ ബൗളിൽ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ മത്സരാർത്ഥിയെയും ഈ വേദിയിലേക്ക് വിളിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തും. Contestant Pooja Ravindran. Pooja Ravindran, please come to the stage. അടുത്തത് രവീണ രംഗനാഥ്. Next, Varsha Warrior. അടുത്തത് മോഹിനി മേനോൻ. Next contestant Jayanti Sridharan.
കല്യാണി ദാസ്.